എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. പ്രായഭേദമന്യേ ആളുകൾക്ക് ഇത് ഇഷ്ടമാണെങ്കിലും കൊച്ചുകുട്ടികളുടെ പ്രിയങ്കരനാണ് ഈ ഫ്രൂട്ട്. പലപ്പോഴും എല്ലാ ഫ്രൂട്ടും കിട്ടുന്നത് പോലെ ഇത് നമ്മുടെ നാട്ടിൽ സുലഭമല്ല. സ്ട്രോബെറിയുടെ ലഭ്യത കേരളത്തിൽ വളരെ കുറവാണ്. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറികൾ അങ്ങനെ വിപണിയിൽ അധികം നമുക്ക് കിട്ടാറില്ല. ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ പോലുള്ള തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ ടൂർ പോകുമ്പോഴാകും പലപ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് തന്നെ പറിച്ച് എടുക്കുന്ന സ്ട്രോബെറികൾ കിട്ടുന്നത്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ വിലയാണ് ഇതിന് നൽകേണ്ടി വരുന്നത്. അത്ര ഫ്രഷ്നെസ്സും കാണില്ല. പിന്നെ ഇത് വീട്ടിൽ നട്ടുപിടിപ്പിക്കാം എന്ന് വെച്ചാലോ നമുക്കൊക്കെ പ്രശ്നമായിട്ട് തോന്നാറുള്ളത് ഈ കാലാവസ്ഥ ശരിയാകുമോ, കായ്ഫലം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകളാണ്. പലരും നട്ടുപിടിപ്പിച്ചിട്ട് കായ്കളൊന്നും ഉണ്ടാകുന്നില്ല, അതായത് സ്ട്രോബെറി ഒന്നും ഉണ്ടാകുന്നില്ല എന്നും പരാതി പറയുന്നവരുണ്ട്. എന്നാൽ ചൂടും ഈർപ്പവുമുള്ള കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവ വീട്ടിൽ തന്നെ നട്ടു വളർത്താവുന്നതാണ്. വീടിന്റെ ടെറസിൽ ഉൾപ്പെടെ കണ്ടെയ്നറിലും ഗ്രോ ബാഗുകളിലുമായി ഇവ വളർത്തിയെടുക്കാം. മികച്ച വിളവ് ലഭിക്കാൻ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നാണ് ഈ രംഗത്തെ, അതായത് സ്ട്രോബെറി കൃഷി ചെയ്യുന്ന അനുഭവസ്ഥർ പറയുന്നത്. ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് മണ്ണിലോ വേണമെങ്കിൽ ഇത് നട്ടു വളർത്താവുന്നതാണ്. ചട്ടിയിൽ സ്ട്രോബെറി വർഷത്തിൽ ഏത് സമയത്തും നടാം. എന്നാൽ സ്ട്രോബെറി നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വസന്തകാലമാണ്. ഇനി നമ്മൾ സ്ട്രോബെറി ചെടി നടാനായി എടുക്കേണ്ട കണ്ടെയ്നറിന്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. സ്ട്രോബെറി ചെടികൾക്ക് നല്ല രീതിയിൽ വേരോട്ടത്തിന് സാധ്യമായ കണ്ടെയ്നറുകളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. ഓരോ ചെടിക്കും കുറഞ്ഞത് 6 മുതൽ 8 ഇഞ്ച് വരെ ആഴവും ഏകദേശം 12 മുതൽ 18 ഇഞ്ച് വ്യാസവുമുള്ള കണ്ടെയ്നറുകളാണ് അനുയോജ്യം. തൂക്കിയിടുന്ന കുട്ടകൾ, ഗ്രോ ബാഗുകൾ അല്ലെങ്കിൽ വിശാലമായ പാത്രങ്ങൾ എന്നിവയും ഉപയോഗിക്കാം. വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള കണ്ടെയ്നറുകൾ ചെടി ചീയുന്നതിലേക്ക് നയിക്കും. അതിനാൽ തന്നെ ഡ്രെയിനേജ് ദ്വാരങ്ങളുള്ള കണ്ടെയ്നറുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കണ്ടെയ്നർ ഒക്കെ തിരഞ്ഞെടുത്തു. ഇനി ഇതില് നടിയിൽ മണ്ണ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. നല്ല നീർവാർച്ചയും ചെറിയ അസിഡിറ്റിയുമുള്ള മണ്ണിലാണ് സ്ട്രോബെറി നടേണ്ടത്. pH 5.5 മുതൽ 6.5 വരെയാണ് അനുയോജ്യം. മണ്ണും കമ്പോസ്റ്റും, മണ്ണ് ഒരു 50%, കമ്പോസ്റ്റ് ഒരു 25%, അതുപോലെ നമ്മൾ പെർലൈറ്റ് അല്ലെങ്കിൽ മണൽ ഒരു 25% എന്നിവ ചേർത്താണ് നടീൽ മിശ്രിതം തയ്യാറാക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി ചെടി നട്ടുപിടിപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏത് വെറൈറ്റിയിൽ ശരിയായ വെറൈറ്റി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. സ്ട്രോബെറി ചെടിയുടെ ശരിയായ വെറൈറ്റി തിരഞ്ഞെടുത്ത് വേണം നടാൻ. വീട്ടിൽ വളർത്താനായി തിരഞ്ഞെടുക്കുന്ന സ്ട്രോബെറിയുടെ ഇനത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കേരളം പോലുള്ള ഒരിടത്ത് ഡേ ന്യൂട്രൽ അല്ലെങ്കിൽ എവർ ബെയറിംഗ് ഇനങ്ങൾ നട്ടു വളർത്തുന്നതാണ് നല്ലത്. കാരണം ഇവയ്ക്ക് ചൂടുള്ളതും തണുത്തതുമായ താപനിലയിൽ കായ്ക്കാൻ കഴിയും. സ്ട്രോബെറിയിൽ തന്നെ എവർ ബെയറിംഗ് ഇനങ്ങളാണ് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് നല്ലത്. ഇതിന്റെ തൈകളോ വിത്തോ ശ്രദ്ധയോടെ നമുക്ക് തിരഞ്ഞെടുക്കാം. ആൽബിയോൺ, സീസ്കേപ്പ്, ചാൻഡലർ, പീനോൾട്ട് എന്നിവ മികച്ചതാണ്. കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്ന പ്രാദേശിക സ്ട്രോബെറി ഇനങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവയിൽ നിന്ന് മികച്ച വിളവ് ലഭിച്ചേക്കും. മണ്ണിലേക്ക് മണലും കമ്പോസ്റ്റും ചേർത്തതിനു ശേഷം തൈകൾ നട്ടുകൊടുക്കാം. മികച്ച കായ്ഫലത്തിന് സൂര്യപ്രകാശം ആവശ്യമാണ്. എന്നാൽ കഠിനമായ വെയില് നേരിട്ട് ഏൽക്കാനും പാടുള്ളതല്ല. അതിനാൽ തന്നെ ചെടി നട്ട കണ്ടെയ്നറുകൾ സ്ഥാപിക്കുന്ന ഇടത്തിനും വലിയ പ്രാധാന്യം കൊടുക്കണം. ദിവസത്തിൽ 6 മുതൽ 8 മണിക്കൂറെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് ഈ ചെടി അടങ്ങിയ, അതായത് സ്ട്രോബെറി ചെടി അടങ്ങിയ കണ്ടെയ്നർ വെക്കേണ്ടത്. ഉച്ചതിരിഞ്ഞ് ചൂട് കഠിനമാണെങ്കിൽ ഭാഗിക തണൽ ലഭിക്കുന്ന സ്ഥലങ്ങളിലും കണ്ടെയ്നർ സ്ഥാപിക്കാം. 15 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെയുള്ള താപനിലയിലാണ് സ്ട്രോബെറി വളരുന്നത്. കേരളത്തിലെ ഉഷ്ണമേഖല കാലാവസ്ഥ ചൂടുള്ളതായാണ്. കടുത്ത ചൂടിൽ നിന്ന് കുറച്ച് സംരക്ഷണം നൽകിയാൽ സ്ട്രോബെറിക്ക് നല്ല വിളവ് തരാൻ കഴിയും. ചൂട് കൂടുതലാണെങ്കിൽ ചെടികളെ സംരക്ഷിക്കാൻ ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കാം. സ്ട്രോബെറിക്ക് സ്ഥിരമായ ഈർപ്പം ആവശ്യമാണ്. പക്ഷെ വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോകും. മണ്ണ് ഈർപ്പമുള്ളതാക്കാൻ പതിവായി ചെടികൾ നനയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നനയ്ക്കുന്നതിന് ഇടയിൽ മണ്ണിന്റെ മുകളിലെ പാളി ഉണങ്ങാൻ അനുവദിക്കുക. ചെടി മികച്ച രീതിയിൽ വളരുന്നതിന് സമീകൃതവും സാവധാനത്തിലുള്ളതുമായ വളപ്രയോഗം നടത്താം. നന്നായി ഉണക്കി പൊടിച്ച ചാണകമോ മണ്ണിര കമ്പോസ്റ്റോ ഇതിനായിട്ട് ഉപയോഗിക്കാം. ചാണകം, കമ്പോസ്റ്റ് എന്നിവയൊക്കെ വളമായി നമുക്ക് ഇതിന് കൊടുക്കാവുന്നതാണ്. കീടരോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് വേപ്പെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒച്ചുകളാണ് സ്ട്രോബെറിക്ക് വെല്ലുവിളിയാകാറുള്ളത്.
നടീലിന് ശേഷം സ്ട്രോബെറി കായ്ക്കാൻ എടുക്കുന്ന സമയം പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സ്ട്രോബെറിയുടെ ഇനം, വളരുന്ന സാഹചര്യങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. വേരോടെയുള്ള ചെടികളാണ് നട്ടതെങ്കിൽ സ്ട്രോബെറി 4 മുതൽ 6 മാസത്തിനുള്ളിൽ കായ്ച്ചു തുടങ്ങും. ഇനി നമ്മൾ വിത്ത് വിതച്ചാണ് കൃഷി ചെയ്തതെങ്കിൽ ഇത് കായ്ക്കാൻ 12 മുതൽ 18 വരെ മാസങ്ങൾ എടുക്കും. സ്ട്രോബെറി സ്വയം പരാഗണം നടത്തുന്നവയാണ്. എന്നാൽ ചെടിയുടെ പരാഗണം പ്രോത്സാഹിപ്പിക്കുന്നത് പഴങ്ങളുടെ ഉൽപാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഒരു ചെറിയ ബ്രഷ് അല്ലെങ്കിൽ കോട്ടൺ സ്വാബ് ഉപയോഗിച്ച് പൂമ്പൊടി ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ സാധിക്കും. പൂമ്പാറ്റ ഉൾപ്പെടെയുള്ളവയെ ആകർഷിക്കുന്നതിനായി സ്ട്രോബെറി കണ്ടെയ്നറുകൾക്ക് സമീപം പൂച്ചെടികളും നമുക്ക് നട്ടുപിടിപ്പിക്കാം. കീടരോഗ പരിപാലനം എങ്ങനെയെന്ന് കൂടി നോക്കാം. സ്ട്രോബെറി ചെടികളെ നശിപ്പിക്കുന്ന മുഞ്ഞ, ഒച്ചുകൾ തുടങ്ങിയ കീടങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇവയെ തുരത്താൻ വേപ്പെണ്ണ ഉൾപ്പെടെയുള്ള ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കാം. ഒച്ചുകളെ പെറുക്കി കളയുകയും ചെയ്യാം. ഈർപ്പമുള്ള അവസ്ഥ പൂപ്പൽ പോലുള്ള ഫംഗസ് രോഗങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാകും. ഫംഗസ് രോഗബാധ ഇല്ലാതാക്കാൻ ചെടികൾക്ക് ചുറ്റും നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുക. മഞ്ഞയും കേടാവുന്നതുമായ ഇലകൾ നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം. പൂർണ്ണമായും ചുവപ്പ് നിറത്തിലായാൽ സ്ട്രോബെറി വിളവെടുപ്പിന് പാകമാവും. ഫ്രഷ്നെസ് നിലനിർത്താൻ തണുപ്പുള്ള സമയത്ത്, പ്രത്യേകിച്ച് രാവിലെ വിളവെടുക്കുന്നതാണ് നല്ലത്. പഴത്തിനും ചെടിക്കും കേടുവരാതെ വളരെ ശ്രദ്ധയോടെ വേണം ഇത് നമുക്ക് ചെടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ. കത്രിക ഉപയോഗിച്ച് മുറിക്കുന്നത് വള്ളികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ സഹായിക്കും. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.